ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജാസ്വൈസ് ആൻഡ് വീഡിയോ. ഇത് നമുക്ക് 2024 പൂപ്പിളിൻ്റെ ഒരു വീഡിയോ ഉണ്ടല്ലോ. അപ്പം ആദ്യം ഇത് ജാനുവരിയിലായിരുന്നു, പക്ഷേ ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ടിക്കറ്റ് എടുത്തു. ഇത് 90 റുപ്പീസിൻ്റെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അമ്മി ഞാനായിരുന്നു പോയത്. അപ്പം നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. ഈ പൂപ്പലി എന്ന് പറയുന്ന ഫ്ലവർ ഷോ ആണ് കേട്ടോ. നല്ല അങ്ങനെ കുറേ തരം പൂക്കൾ ഇവിടെ ഉണ്ടാവും. അങ്ങനെ ഞങ്ങൾ പൂപ്പലിക്ക് കയറി. പിന്നെ അതിൻ്റെ ഉള്ളിലൊക്കെ കുറേ സാധനങ്ങൾ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ അകത്തോട്ട് ഇങ്ങനെ പോവുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ലവ് പോലെ ഒരു ഇങ്ങനെ ഗേറ്റ് വേ പോലെ ഉണ്ടാവും. ഇത് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. ഇത് ഫ്ലവർ ഷോയിൻ്റെ ആണ് കേട്ടോ. ഇവിടെ റോസ് ഉണ്ട്, ഡാലിയ ഉണ്ട്, അങ്ങനത്തെ കുറേ ഫ്ലവേഴ്സ് ഉണ്ട്. എന്ത് ഭംഗിയായിരുന്നു എന്നറിയോ? ഇത് ഒരു പർപ്പിൾ ഫ്ലവറാണ്. അങ്ങനെ ഒരു ഗാർഡൻ പോലെയാണ് കേട്ടോ. എനിക്ക് ആ പീക്കോക്കിന് ഭയങ്കര ഇഷ്ടമായി. പിന്നെ അങ്ങനെ കുറേ ഫ്ലവേഴ്സ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഈ ഒരു ഇത് കഴിഞ്ഞു. ജാനുവരി 15 വരെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മൾ ഇനി അടുത്ത വർഷം മാത്രമേ നമുക്കിനി പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ 2025 വരുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ പോയി. ഇന്ന് കുറേ നല്ല ഭംഗിയായിട്ട് ഇവർ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, പൂവ് കൊണ്ട്. അപ്പോൾ ഈ ഒരു ഇതെന്ന് വെച്ചാൽ ഭയങ്കര ഫ്ലവേഴ്സ് ഒക്കെ ഉള്ള സമയമാണ്. സോ അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ പൂപ്പലി നടത്തും. ഇത് എനിക്ക് ഇത് അമ്പലമാണ് വന്ന് പോയത്. അപ്പോൾ ഇവിടെ പീക്കൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. ഇതാ ഭയങ്കര ഒരു വാട്ടർ ഫാൾസ് ഒക്കെ ഉണ്ടായിരുന്നു. വൈകുന്നേരം ആകുമ്പോഴേക്കും കുറേ ആൾക്കാർ വരും. ഞാനും അന്ന് വൈകുന്നേരമായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പക്ഷേ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ വിചാരിച്ചത്. അങ്ങനെ ഞങ്ങൾ നടക്കുമായിരുന്നു. എന്നിട്ട് ഒരു ഞങ്ങൾ വിചാരിച്ചു മറ്റേ കണ്ണിൽ നമ്മളൊരു വിയർ വെർച്വൽ ഇതില്ലേ, ആ ഒരു ഭാഗത്തോട്ടേക്ക് പോകുമായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു മുകളിൽ. അപ്പം എല്ലാ വർഷവും നമുക്ക് പൂപ്പിലുണ്ടാവും. സോ എല്ലാവരും ഒരു വൺസ് ഇൻ ലൈഫ് നിങ്ങൾ ഒരു പൂപ്പിലേക്ക് പോകണം. ജനുവരിയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ ഞങ്ങൾ നടന്നൊരു അമ്പലവില്ലിൻ്റെ ഒരു സ്ഥലത്തെത്തി. അപ്പോൾ എനിക്ക് അവിടെ പോകുന്നത്. സോ അങ്ങനെ ഞങ്ങൾ പോയപ്പോൾ 3 ടൈം ഉണ്ട് കേട്ടോ. നമുക്ക് 3 പ്രാവശ്യം നമുക്കത് ചെയ്യാം. അപ്പോൾ ഈ ഒരു അതിന് നമുക്ക് 10 രൂപയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യുമായിരുന്നു. പക്ഷേ ആദ്യത്തെ ഇതിൽ എനിക്കത് കിട്ടിയില്ല, എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷേ അമ്പലവില്ല നല്ല രസമല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങോട്ട് പോകാൻ. അപ്പോൾ അമ്പലവില്ലാക്കിയിട്ട് അത് പോയി. എന്നിട്ട് സത്യം പറഞ്ഞാൽ നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കൈ നമുക്ക് ഇങ്ങനെ കളയുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അതും പറ്റില്ല, എനിക്ക് ഒരു അറിയില്ലായിരുന്നു. അപ്പോൾ ചേട്ടൻ എനിക്ക് പറഞ്ഞു തന്നു കേട്ടോ. ഇത് നല്ല ഇതിലൊന്നും പറഞ്ഞു തന്നു. ഞാൻ നേരത്തെ ചെയ്തപ്പോൾ ഇങ്ങനെ കൈ ഉണ്ടോ, കൈ ഒന്നും ശരിയല്ല. നമ്മൾ നല്ല സ്ട്രെച്ച് ചെയ്ത് പിടിച്ചിട്ട് വേണം അമ്പലവില്ലും ആക്കാനായിട്ട്. അപ്പോൾ എനിക്ക് പറഞ്ഞു തന്നിട്ട് ഞാൻ ഈ ഒരു പ്രാവശ്യം ചെയ്തപ്പോൾ ശരിക്കും ഇങ്ങനെ കൊണ്ടുപോട്ടോ. ഒരു പച്ചയിലായിരുന്നതൊന്നും എനിക്കറിയില്ല. എന്നിട്ട് ഒന്നുകൂടി എനിക്ക് വേണം എന്നിട്ട് ഒന്നുകൂടി ആക്കി അങ്ങനെ കഴിഞ്ഞിട്ട് ഒരു സാധനം കണ്ടു. ഇതെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് അമ്പലവില്ലും കിട്ടുന്ന സാറാണ്. ഭയങ്കര വലിയൊരാളാണ് കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ ഇതെങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു തന്നു. പിന്നെ കുറേ അമ്പലവില്ലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഏതൊക്കെയാണ് അങ്ങനത്തെ പറഞ്ഞു കേട്ടോ. ഇതെന്ന് വെച്ചാൽ ഞാൻ ജനുവരിയിലായിരുന്നു എടുത്തെന്ന് പറഞ്ഞിരുന്നില്ലേ. അപ്പോൾ ഇത് കഴിഞ്ഞ മാസമായിരുന്നു എടുത്തത്. അപ്പോൾ ഇത് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അതെല്ലാം മറന്നു കേട്ടോ. പിന്നെ വേറെ ഉണ്ടായിരുന്നു. നമ്മൾ ഒരു അമ്പം ഇതുണ്ട്, ഒരു കോല് പോലെയാണ്. അതിൻ്റെ ഉള്ളിൽ നമ്മളൊരു അമ്പലിൻ്റെ ആ സാധനം ഇട്ടിട്ട് മുള്ളു പോലെ എന്നിട്ട് നൂടും. അപ്പോൾ അതിങ്ങനെ പോകും. അങ്ങനത്തെ കുറേ ടൈപ്സ് ഉണ്ടായിരുന്നു. കുറേ രാജ്യത്തു നിന്നുള്ള അങ്ങനെ അമ്പലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു അദ്ദേഹം. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. ഇതൊക്കെ പറഞ്ഞതും ഒരു ബ്ലെസ്സിങ്സ് പോലെയായിരുന്നു. അങ്ങനെ ഇതൊക്കെ പറഞ്ഞു തന്നു കേട്ടോ. അങ്ങനെ കുറേ ടൈപ്സ് ഓഫ് അമ്പലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ കുറേ നിങ്ങൾക്ക് പറഞ്ഞു തന്നായിരുന്നു കേട്ടോ. ഇങ്ങനെ അമ്പലിൻ്റെയും ആ ഒരു അദ്ദേഹത്തിൻ്റെ കുറേ കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതുണ്ടോ, ഇങ്ങനെ കുറേ ഇങ്ങനത്തെ ഒരു ഇതുണ്ട് അമ്പലും. അങ്ങനെ ഇതൊക്കെ കാണിച്ചു തന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഒരു അമ്മ പറഞ്ഞില്ലായിരുന്നു ഈ ഒരു ഓട്ടയെ കൂടി ഊതുമ്പോൾ അങ്ങനെ വരുന്നത്. അപ്പോൾ അത് എനിക്കെന്താ ചെയ്യാൻ തന്നു. അപ്പോൾ ഞാനിങ്ങനെ ഊതുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഒരു ഊതലിനാണ് നമുക്ക് കുറേ 20 മീറ്റർ വരെ കുറേ അവിടേക്ക് ഇങ്ങനെ പോകും. അങ്ങനെ ഞാൻ ഊതി അങ്ങനെയൊക്കെ ആക്കി. അതൊരു ബ്ലെസ്സിങ്സ് തന്നെയായിരുന്നു, അവരോട് സംസാരിക്കാൻ പറ്റിയതും അതൊക്കെ ഒരു ഇതായിരുന്നു. അപ്പം അങ്ങനെ എന്നിട്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നടന്നു. അപ്പോൾ വൈകുന്നേരമായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ എല്ലാ സ്ഥലവും ഒന്ന് പോകണം. ഈ ഒരു പൂപ്പലെന്ന് വെച്ചാൽ ഭയങ്കര വലുതാണ്. നടന്ന് കുറേ സമയം എടുക്കും കേട്ടോ. അങ്ങനെ ഒരു ഡക്കിൻ്റെ ഒരു ഇത് ഉണ്ടായിരുന്നു. നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ അങ്ങോട്ട് നടക്കുമായിരുന്നു. അങ്ങനെ കുറേ ഫ്ലവേഴ്സൊക്കെ ഉണ്ടായിരുന്നു. എന്തൊക്കെ തരം ഫ്ലവേഴ്സ് ആണല്ലേ. ഇതൊരു ലാവൻഡർ കളർ ഫ്ലവർ ആയിരുന്നു. നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. വേറെ ഫ്ലവേഴ്സ് നല്ല ഭംഗി ഉണ്ടായിരുന്നു. പിന്നെ ഇതൊരു എന്താ പറയുക, ഇത് നമ്മളിങ്ങനെ തൊട്ടാൽ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ തൊട്ടാലൊരു ഒച്ച വരും. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അമ്മ എനിക്ക് വീഡിയോ ഒക്കെ എടുത്ത് തന്നു കേട്ടോ. നല്ല ഭംഗി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നല്ല ക്യാമറ മൊമെൻറ്റ്സ് ഒക്കെ ആയിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താ ഹൊറിസോണ്ടലായി പോയി ഒന്ന് ചെരിഞ്ഞു പോയിട്ടോ ആ വീഡിയോ. എന്നിട്ട് കുറേ സൺഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ ഇട്ട് ഈ വീഡിയോ ഇങ്ങനെ റീൽസ് ആയിട്ട് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അപ്പം കാണാത്തവരുണ്ടെങ്കിൽ കാണാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നടന്ന് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തു. കുറേ സൺഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഈ സൺഫ്ലവറിനൊക്കെ കാണാൻ. അങ്ങനെ പോയപ്പോൾ ഒരു അപ്പുറത്ത് ഒരു പുഴ ഉണ്ട്. നല്ല ഭംഗി ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ സൺഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അമ്മയും കൂടി ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ട് ഞാനൊരു ബോക്സ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഒരു നല്ല ഭംഗി ഉണ്ടായിരുന്നു. ഒരു നമ്മൾ കാണാറില്ല അതുപോലെയായിരുന്നു. അതിൻ്റെ ഉള്ളിൽ വാട്ടർ ഫാൾസ് ഉണ്ടായിരുന്നു. ഒരു വാട്ടർ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അവിടെ നിന്ന് മുന്നിൽ ഞാൻ കുറച്ച് ഫോട്ടോ എടുത്തു വീഡിയോ. അങ്ങനെ അപ്പുറത്ത് ഈ ഒരു മരത്തിൽ കുറേ കളേഴ്സായിട്ട് ഇങ്ങനെ ഇതുണ്ടായിരുന്നു. ഇത് നമ്മൾ സത്യം പറഞ്ഞാൽ കുറേ ലൈറ്റൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ രാത്രിയാണ് നല്ല ലൈറ്റൊക്കെ ആയിട്ട് നല്ല ഭംഗി ഉണ്ടാവും. പക്ഷേ ഞങ്ങൾ വൈകുന്നേരം കേട്ടോ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലൈറ്റൊന്നും ഇല്ല അധികം. അപ്പോൾ രാത്രി ഭയങ്കര ലൈറ്റൊക്കെ ആയിട്ട് അങ്ങനെയാണ്. പക്ഷേ വൈകുന്നേരം പോയാലാണ് ഫ്ലവേഴ്സ് കാണാൻ പറ്റും കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ ഉള്ളത് ഈ ഒരു മരത്തിന് നല്ല ഭംഗി ഉണ്ടായിരുന്നു. ലൈറ്റ്സ് അതാണ് ഞാൻ പറഞ്ഞത്. രാത്രി നമ്മൾ ഫോട്ടോ എടുക്കാമെങ്കിൽ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ, ഉണ്ടാവുമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ
പിന്നെ ഞാൻ അവിടെ ഒരു ഐസ്ക്രീം കണ്ടു. അപ്പോൾ അത് വന്നിട്ട് അത് കഴിച്ചു കേട്ടോ. പിന്നെ ഇവിടെ കുറേ ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു, ഓറഞ്ചും യെല്ലവും. ഇത് നമ്മൾ ഓണത്തിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫ്ലവർ ഇടാൻ ഇത് ആണ് തോന്നും. അപ്പം ഇത് നമ്മൾ ഓണത്തിനൊക്കെ നല്ല ഭംഗി ഉണ്ടാവും നമ്മൾ ഓണം ഇതൊക്കെ ഇടുമ്പോൾ. പിന്നെ ഇവിടെ ഒരു ഈഗിൾ ഉണ്ടായിരുന്നു, നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അതിന് മുന്നൊക്കെ കുറച്ച് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഓടി. അപ്പോൾ നല്ല ഫ്ലവേഴ്സ് ആയിട്ട് ഉണ്ടായിരുന്നു, ഓറഞ്ചും പിന്നെ ഒരു പൻ്റെ ഉണ്ടാവും, നല്ല ഭംഗിയായിരുന്നു ആ സ്റ്റാച്ചു കാണാനായിട്ട്. പിന്നെ ഇതാ, പിന്നെ ഞാൻ അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. ഇപ്പോൾ ഈ ഒരു നല്ല ഭംഗിയുള്ള കൊണ്ട് അതിൻ്റെ മുന്നേ ഞാൻ കുറച്ച് വീഡിയോ ഫോട്ടോ എടുത്താൽ എനിക്ക് ഓൾമോസ്റ്റ് ഇത് ഫുള്ള് അമ്മയാണ് കേട്ടോ വീഡിയോ എടുത്തിട്ടുള്ളത്. പിന്നെ നല്ല ഫോട്ടോ ഉണ്ടായിരുന്നു. ഇത് എന്താ പറയുക, നമ്മൾ ഐസ്ക്രീമിൻ്റെ ആ ഒരു കടയില്ല, അതിൻ്റെ ഇപ്പത്തുള്ള ഫ്ലവേഴ്സ് ആയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുത്തു. പിന്നെ അതിൻ്റെ മുന്നിലൊരു റിവർ ഉണ്ട്, ഒരു പുഴ, അതിൻ്റെ ഇവിടെ ഒരു വാട്ടർഫാൾസ് പോലെ ഉണ്ട്. അത് നല്ല ഭംഗി ഉണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഇങ്ങനെ ഒരു ഫോട്ടോസ് വീഡിയോ ഒക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ നേരെ ഇങ്ങനെ അവിടെ ജൈൻറ്റ് വീലൊക്കെ കണ്ടായിരുന്നു, അങ്ങനെ നടക്കുമായിരുന്നു, അങ്ങോട്ട് ഒരു ഭാഗത്ത് നടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കണ്ടപ്പോൾ അവിടെ പോകണമെന്ന് പറഞ്ഞിട്ട് പോയി. അപ്പം ഇത് എന്ന് വെച്ചാൽ ശരിക്കും നമ്മൾ കണ്ടാൽ ഇത് റോളർ കോസ്റ്റർ പോലെ ആയിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു, നമ്മൾ ശരിക്കും റോളർ കോസ്റ്റർ പോകുന്ന പോലെ ഒരു അത് വേറെ ഏതോ ഇതിൽ ലോകത്ത് പോകുന്ന പോലെയാണ്, നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞപ്പോഴത്തേനും തല ഇടുന്ന പോലെ എന്തോ മതിയായിട്ടോ അമ്മയ്ക്കും എനിക്കും. അപ്പം ഞങ്ങളവിടെ ജൈൻറ്റ് വീലിലൊക്കെ പോകണമെന്നുണ്ടായിരുന്നു, പക്ഷേ അതുപോലെ തന്നെ നേരം വൈകും ചെയ്തു, എന്തോ തലയൊക്കെ എന്തോ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പോകാൻ പറ്റിയില്ല, ജൈൻറ്റ് വീലിൻ്റെ അവിടെ നിന്ന് പോയില്ല കേട്ടോ. പിന്നെ കുറേ സാധനങ്ങൾ ഒരു സ്ഥലമുണ്ട്, അപ്പം അതിൻ്റെ ഉള്ളിൽ കയറാമെന്ന് വിചാരിച്ചു. പക്ഷേ നമുക്ക് തല എന്തോ ആയിട്ട് ഞങ്ങൾക്ക് അവിടെ ഒന്നും മേടിച്ചില്ല. അങ്ങനെ കുറേ മേടിക്കുന്ന സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഇതങ്ങനെ കുറേ മുട്ടായിസും പിന്നെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു ഇവിടെ. പിന്നെ എന്താ വേറെ ഇങ്ങനെ നമ്മൾ തലയിലൊക്കെ വെക്കുന്ന സാധനങ്ങളൊക്കെ ഇല്ല, ഇങ്ങനെ വരുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, നല്ല ഭംഗിയായിരുന്നു. പക്ഷേ നമുക്ക് തല എന്തോ ആയി ആ സാധനത്തിൽ കയറിയിട്ട് ചിലപ്പോൾ ഞാൻ അവിടെ ഇത് മേടിച്ച് കഴിഞ്ഞിട്ട് കയറിയാൽ മതിയായിരുന്നു. പിന്നെ അങ്ങനെ വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോയി. ഇനി ഞങ്ങൾ പുറത്ത് പോവുകയാണ് കേട്ടോ. അങ്ങനെ പോവുകയാണ്. വൈകുന്നേരം വൈകിയപ്പോൾ അമ്മയും ഞാൻ സ്കൂട്ടറിലായിരുന്നു പോയത്. അപ്പോൾ ഞാനിങ്ങനെ ആ സാധനം മേടിക്കാത്തതിന് അതല്ല ഒരു ഇങ്ങനെ ആക്കിയിട്ട് പോകുന്നുണ്ടായിരുന്നു. പിന്നെ കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ എക്സിറ്റ് ആവാൻ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പോകാനുള്ള വഴി കൂടെ പോകുമായിരുന്നു കേട്ടോ, എക്സിറ്റ് ചെയ്യാൻ പുറത്തേക്ക് പോകാനുള്ള വഴി കൂടെ. അപ്പോൾ അങ്ങനെ പോവാണ്. ഇതാണ് നമ്മൾ പുറത്ത് പോകുന്ന ആ വഴി. അങ്ങനെ ഞങ്ങൾ നടന്ന് എക്സിറ്റ് പോകുന്ന അവിടേക്കായിരുന്നു. പിന്നെ ഇവിടെ നല്ല ഭംഗി മല ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ കുറച്ച് വീടെടുത്ത് ഞാൻ സ്കൂട്ടറിൽ തിരിച്ചു പോകുന്ന വഴിയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ മല കണ്ടപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിർത്തി. അപ്പം ഇത്രയുള്ള നമ്മുടെ പൂപ്പലി സ്പെഷ്യൽ വീഡിയോ. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ. അപ്പം ആർക്കെങ്കിലും പൂപ്പലിക്ക് പോകാൻ പറ്റുക ഇങ്ങനെ ഇനി ഉണ്ടാവില്ല, ഈ ഒരു വർഷം അല്ല, അടുത്ത വർഷം ഞാൻ പോകാം.